ഇഞ്ചി അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നുവെന്നും എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണൂ, സപ്പോർട്ട് ചെയ്യൂ. ഹലോ, ഹായ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ ശുഭദിനം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ദൈവത്തിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിലത്തെ ജീവിത സാഹചര്യത്തിൽ കുറേ പേർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കാം. നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ഇപ്പോൾ അധികം ആളുകൾക്കും പിക്കിൾ അത്യാവശ്യമാണ്. പിക്കിള് നമ്മൾ മാക്സിമം മാങ്ങ, നെല്ലിക്ക, നാരങ്ങ, പലതരത്തിലുള്ള നാരങ്ങകൾ, ഇങ്ങനെയൊക്കെ മുളക്, കുറേ ഐറ്റംസ് അച്ചാർ ഞാൻ വീഡിയോയിൽ തന്നെ കുറേ പിക്കിള് അച്ചാറുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്ന അച്ചാർ ഞാൻ ഇതുവരെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടില്ല. അതെന്താ വെച്ചാൽ ഇതെനിക്ക് സ്വന്തം അനുഭവത്തിൽ വളരെ എഫക്റ്റീവായി തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി അച്ചാർ. എനിക്ക് അനുഭവത്തിലുള്ളതാണ് നിങ്ങളോട് പറയണത്. ഇഡ്ഡലി കഴിച്ചാൽ ഗ്യാസിൻ്റെ പ്രോബ്ലം, സാമ്പാർ കൂട്ടിയ ഗ്യാസിൻ്റെ പ്രോബ്ലം, പരിപ്പ് വർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിച്ചാൽ, പിന്നെ ചില പച്ചക്കറികൾക്കും ചേന, പയറുവർഗ്ഗങ്ങൾ, അതൊക്കെ ചില സാധനങ്ങൾക്ക് നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാവരിലും ഭക്ഷണം കഴിക്കുമ്പോൾ ലേശം പിക്കിള് നമ്മൾ കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സദ്യക്കോ അല്ലെങ്കിൽ വീട്ടിലോ അല്ല ഗസ്റ്റുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ ഒരു സ്പൂൺ പിക്കിൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വളരെ എഫക്റ്റീവാണ് ഈ ഇഞ്ചി അച്ചാർ. എനിക്ക് അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം. വളരെ എഫക്റ്റീവാണ്. നിങ്ങളും വീട്ടിൽ തയ്യാറാക്കൂ. ഈ മാങ്ങ, നാരങ്ങ അതിൽ മാത്രം അച്ചാറിൽ ഒതുങ്ങാതെ കടുക് മാങ്ങ പലതരത്തിൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കിയിട്ട് വയ്ക്കാം. പലതരത്തിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ അതിനേക്കാട്ടിലും എത്രയും എഫക്റ്റീവാണ് നമ്മളിത് ഈ ഇഞ്ചി അച്ചാർ. എന്ത് കഴിക്കുമ്പോഴും ഒരു ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതി. ഭയങ്കര എഫക്റ്റീവാണ്. ഗ്യാസിൻ്റെ പോലെ ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് പാൻഡി പറഞ്ഞിട്ട് ടാബ്ലറ്റ് ബുദ്ധിമുട്ട് വരുമ്പോൾ ഒന്നെടുത്ത് കഴിക്കും. എന്നാൽ അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഇഞ്ചി അച്ചാർ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല. ഞാൻ പാൻഡി നിർത്തി എന്ന് തന്നെ പറയാം. അഥവാ ഈ അച്ചാർ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതേമാതിരി പ്രോബ്ലം ഉണ്ടാവും, പാൻഡി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാ വെച്ചാൽ നമ്മൾ വല്ല ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഗ്യാസ് എടുക്കുക, ഇങ്ങനെ എമിട്ടെടുക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥതകളുണ്ടാവും. അതിനൊക്കെ ഒരു നിവാരണമാണ് ഈ അച്ചാർ. വളരെ എഫക്റ്റീവാണ്. കാണണം. ആദ്യം നമുക്ക് ഇഞ്ചി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ സാധാരണ നാട്ടിലെല്ലാവരുടെ വീട്ടിലിപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് ഇഞ്ചി. അതിനെ നേരേക്ക് കഴുകി തോലൊക്കെ കളഞ്ഞ് അതിനെ ഇതേമാതിരി കാണിച്ചു തരാം. കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് ഒരു ടവലിലിട്ട് അതിൻ്റെ ഈർപ്പം മുഴുവൻ കളഞ്ഞ് റെഡിയാക്കി വെച്ചതാണത്. അതേമാതിരി വെളുത്തുള്ളി, ഇത് രണ്ടും കൊണ്ട് നമുക്കൊരു പിക്കിള്. നിങ്ങൾ വീഡിയോ കാണണം. എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ അച്ചാർ നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു അച്ചാറാണത്. നിങ്ങൾക്കും ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. കാരണം നമ്മുടെ കുടുംബത്തിലുള്ള കുറേ പേർക്കും നമ്മൾ അറിയുന്നവർക്കും ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ട് എന്നത് ഞാൻ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, അനുഭവത്തിലും കാണാറുണ്ട്. അതുകൊണ്ട് കാണണം. പിക്കിൾ നിങ്ങൾ തയ്യാറാക്കണം. ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റീവ് ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അത് കാണുമ്പോൾ നമുക്കും ഒരു മനസ്സിന് സുഖമാണ്. മറ്റുള്ളവരും നമ്മുടെ ജീവിത രീതിയിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. എങ്ങനെ തയ്യാറാക്കുന്നത് കാണിക്കാം. ആദ്യം ഇത് നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഒരു ആവിയിൽ വേവിക്കുകയാണ്. ഏതൊക്കെ? ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി, ഇത് മൂന്നും കൂടി ആവിയിൽ വേവിക്കുക. ഞാൻ ഇങ്ങനെയാണ് ആവി കയറ്റുന്നത്. ഒരു ഹോളുള്ള പാത്രത്തിൽ വെളുത്തുള്ളി, ഇഞ്ചി, പുളി, നാരും കുരും തൊണ്ട് എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയ പുളിയായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വെളുത്തുള്ളിന്ന് കുറച്ച് വെളുത്തുള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ വറവ് ഇടുമ്പോൾ അത് കുറേശ്ശെ കീറിയിടുന്നത് നല്ലതാണ്. അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ആവി കയറ്റാൻ സൗകര്യം വെച്ചാൽ അവനവൻ്റെ വീട്ടിൽ ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ മാതിരിയാവും. നന്നായി ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുക്കുക, ആവി കയറ്റി വേവിക്കുക. കുക്കർ നന്നായി വേവിച്ച് വെച്ചു. അതേമാതിരി നന്നായിട്ട് വേവണം. ഇനി നമുക്ക് ഇതിന് ചെറിയൊരു വറവുണ്ട്, അത് തയ്യാറാക്കാം. ഒരു ചീഞ്ചിൻ്റെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ മതി, ഒരു ടീസ്പൂൺ ഉലുവ, മല്ലി, കടുക്, ഉണക്കമുളക് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, വന്നിരുന്നിട്ട് ഫ്രൈ ചെയ്യുക. അതിലേക്ക് നമ്മൾ ലാസ്റ്റ് കരിവേപ്പില വറുത്തിടുക ചെയ്യുക. ഞാൻ ഇത് ഇങ്ങനെ തന്നെ ഇടുക ചെയ്യുക. കാരണം നമ്മൾ കരിവേപ്പില ഡയറക്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിനെ എടുത്ത് കളയും. അപ്പോൾ കളയണേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോൾ ലാസ്റ്റ് ലേശം വറുത്തിടാം. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി കരിവേപ്പില വറുത്തിടുമ്പോൾ നല്ലോണം വറുത്തിടും, പക്ഷേ കുറേ പേര് അത് എടുത്ത് കളയും. അപ്പോൾ അതിനൊക്കെ നല്ലത് ഇങ്ങനെ വറക്കുന്ന സമയത്ത് കൂടെ വറുക്കുക. എന്നാൽ ഒന്ന് പൊടിച്ച് കിട്ടും ചെയ്യും. നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതുമാണ് കരിവേപ്പില, മുടിക്ക് നല്ലതാണ്, അതുകൊണ്ട് വയറിന് നല്ലതാണ്. അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിലയും കൂടി നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. നന്നായി കടുകും ഉലുവയും മല്ലിയും നന്നായിട്ട് മൂക്കണം. നന്നായി ഫ്രൈ ആകുമ്പോൾ നല്ലോണം മൂക്കണ സമയത്ത് ഓഫ് ചെയ്യാം. നന്നായി പൊട്ടി നന്നായി ഫ്രൈ ആയി ഓഫ് ചെയ്തു, ഗ്യാസ് ഓഫ് ചെയ്തു. ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിക്കാം. നമ്മുടെ മസാലക്കൂട്ട് റെഡിയാക്കാം. ഇതേമാതിരി നന്നായി പൊടിച്ചു വെച്ചു. ഇതിന് വേറൊരു മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവി കയറ്റി വെച്ച ഇഞ്ചി, പുളി, വെളുത്തുള്ളി എന്ന മിക്സിയിൽ നന്നായിട്ട് കറക്കാം. നന്നായിട്ട് മിക്സിയിൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് കറക്കുക. മിക്സിയിൽ ഇതേമാതിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പുളിയും കൂടി അരച്ചെടുക്കുക. ഒന്ന് ചതച്ചെടുക്കുക, നല്ലോണം അരക്കേണ്ട ആവശ്യമില്ല. ഇതേമാതിരി ചതച്ചെടുത്താൽ മതി. എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് നല്ലെണ്ണയിലാണ് ഇത് തയ്യാറാക്കേണ്ടത്. നല്ലെണ്ണയിൽ തയ്യാറാക്കണം, കാരണം ഇത് കുറച്ച് ദിവസം എടുത്ത് വയ്ക്കുന്ന ഐറ്റമാണ്. അതുകൊണ്ട് നല്ലെണ്ണയിൽ തന്നെ തയ്യാറാക്കണം. നല്ലെണ്ണ ചൂടായ അതിലേക്ക് കടുക് വറുത്തിടുക. കടുക് പൊട്ടട്ടെ. കടുക് നന്നായി പൊട്ടി അതിനുശേഷം ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും ഇത് മൂത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കരിവേപ്പിൻ്റെ
നന്നായി ഗോൾഡൻ കളർ ആവണ വരെ മൂപ്പിക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഫ്രൈ വരുമ്പോൾ അതിലേക്ക് കുറച്ച് കായപ്പൊടി, ഇനി അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി അതിലേക്ക് ലേശം ശർക്കര, നമ്മൾ പൊടിച്ചു വെച്ച മസാല, കളറിന് കാശ്മീരി ചില്ലി, ഒരു ലേശം മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. നന്നായിട്ട് ഇളക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലാം യോജിപ്പിച്ചതിന് ശേഷം 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. എണ്ണയൊക്കെ മുകളിൽ ഊറി വന്നു. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഒരു ലേശം വിനീഗർ, വിനീഗർ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഞാറിയതിന് ശേഷം നല്ല എയർ കിടക്കാത്ത നല്ലൊരു കുപ്പി ആയിട്ടുള്ള പാത്രങ്ങൾ കിട്ടുകയാണെന്ന് വെച്ചാൽ അതിലേക്ക് ആക്കി നമുക്ക് എത്ര മാസങ്ങൾ വേണമെങ്കിലും ഉപയോഗിക്കാം. വളരെ നല്ല അച്ചാറാണ്. നമ്മുടെ വയറിനെ സംരക്ഷിക്കാൻ ഇതിന് മേലെ നല്ലൊരു അച്ചാർ വേറെ ഇല്ല. കാണണം, നിങ്ങൾ തയ്യാറാക്കണം. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ജിഞ്ചർ പിക്കിൾ അല്ലെങ്കിൽ ഇഞ്ചി അച്ചാർ കാണണം, നിങ്ങൾ തയ്യാറാക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടിങ്ങും അത്രയും വിലപ്പെട്ടതാണ്. കമൻസും വളരെ വിലപ്പെട്ടതാണ്. അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ, താങ്ക് യു, ബൈ.